Hello, dears. Again, we are in our history. Did you read what we studied in class then? Did you read or did you read it? Always think about your class. You are in 10th standard. Don't be lazy. All be very serious. This is month of October. November, December, January, February. Only 4 months in front of you. Surely you have public exam in the March. Okay. Okay, listen. We need to, last day we discussed about the non-cooperation Khilafat movement and non-cooperation Khilafat movement in towns, in economic front, in countryside, in peasants and in Swaraj plantations. Next we need to study about the towards civil disobedience movement. What about the civil disobedience movement? Listen to that. In February 1920, Mahatma Gandhi decided to withdraw the non-cooperation movement. He felt the movement was turning violent in many places and Satyagrahis needed to be properly trained before they would be ready for mass struggle. In February 1922, Mahatma Gandhi decided to withdraw call of the non-cooperation movement because he felt the movement was turning violent in many places and he understood that Satyagrahis needed to give proper training before they would ready for mass struggle. Mass struggle ഒരുപാട് പേര് പങ്കുചേർന്നിട്ടുള്ള സ്ട്രഗിളിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ the Satyagrahis needed to give proper training. The Gandhiji understood that. Within the Congress, some leaders were by now tired of mass struggle and wanted to participate in election to the provincial council that had been set up by the government of India in 1999. Some Congress leaders, they tired with the mass struggle. Struggle നടത്തിയിട്ട് അവർ ടയർഡായി. ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവന്നു 1990. ആ 1990 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പറയുന്നത് ഇന്ത്യൻസിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാൻ എലക്ഷൻ നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് പ്രൊവിൻഷ്യൽ എലക്ഷൻ. ആ പ്രൊവിൻഷ്യൽ എലക്ഷനിൽ എൻ്റർ ചെയ്യണം എന്നുള്ളതാണ് സം കോൺഗ്രസ് ലീഡേഴ്സ് വാണ്ടഡ് ഓർ നീഡഡ്. They felt that, these Congress leaders felt that it was important to oppose British policies within the council. Election പങ്കെടുക്കുക, എന്നിട്ട് കൗൺസിൽ എൻ്റർ ചെയ്യുക, വിജയിച്ചിട്ട് ആ കൗൺസിലിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത്. ആർഗ്യൂ ഫോർ റിഫോം, ഇന്ത്യയിൽ റിഫോംസിന് വേണ്ടിയിട്ട്, ചേഞ്ചസിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുക. ആൻഡ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദീസ് കൗൺസിൽ വർ നോട്ട് ട്രൂലി ഡെമോക്രാറ്റിക്. കൗൺസിൽ നിന്നുകൊണ്ട് പ്രകടനങ്ങൾ കാഴ്ചവെക്കുക, ഈ കൗൺസിൽ ട്രൂലി ഡെമോക്രാറ്റിക് അല്ല എന്ന് പറഞ്ഞത്. ദീസ് നീഡഡ് സം leaders of Congress. Then C.R. Das and Motilal Nehru formed the Swaraj Party within the Congress to argue for return to council election, council politics. അത്തരത്തിൽ കൗൺസിൽ ഇലക്ഷനിൽ എൻ്റർ ആക്കണമെന്ന് പറയുന്ന ലീഡേഴ്സാണ് C.R. Das and Motilal Nehru. അവർ വേറൊരു പാർട്ടി ഉണ്ടാക്കി വിത്തിൻ കോൺഗ്രസ്, ദാറ്റ് ഈസ് സ്വരാജ് പാർട്ടി. ദേ ആർഗ്യൂ ഫോർ റിട്ടേൺ കൗൺസിൽ പൊളിറ്റിക്സ്. കൗൺസിൽ പൊളിറ്റിക്സിൽ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ കൗൺസിൽ പൊളിറ്റിക്സിൽ മത്സരിക്കണമെന്ന്, കൗൺസിൽ ഇലക്ഷനിൽ പങ്കെടുക്കണമെന്നാണ് ദേ നീഡഡ്. ബട്ട് യങ്ങർ ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു ആൻഡ് സുഭാഷ് ചന്ദ്രബോസ് പ്രസ്ഡ് ഫോർ മോർ റാഡിക്കൽ മാസ് അജിറ്റേഷൻ ഫോർ ഫുൾ ഇൻഡിപെൻഡൻസ്. എന്നാൽ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും എല്ലാം യങ് ലീഡേഴ്സാണ്. അവർ പ്രസ് ചെയ്യുന്നത് ഫോർ റാഡിക്കൽ മാസ് അജിറ്റേഷനാണ്. മാസ് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അജിറ്റേഷൻ, സമരമാണ്. ഇതിന് ഫോർ ഫുൾ ഇൻഡിപെൻഡൻസ്. നേരത്തെ നമ്മൾ കണ്ട C.R. ദാസും മോത്തിലാൽ നെഹ്റു എല്ലാം അവർ കൗൺസിൽ ഇലക്ഷനിൽ എൻ്റർ ചെയ്ത് ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ പോകണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ദിസ് യങ്ങർ ലീഡേഴ്സ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എല്ലാം ആഗ്രഹിക്കുന്നതാണ് ബ്രിട്ടീഷേഴ്സിനെ ഫുൾ ഒഴിവാക്കുക ആൻഡ് ഫുൾ ഇൻഡിപെൻഡൻസ് ദേ നീഡഡ്. ഓക്കെ. In such a situation of internal debate and discussion, two factors again shaped Indian politics towards late 1920s. Towards late 1920s, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ്
ഇന്ത്യയിൽ ക്രിയേറ്റഡ് ആയി. കാരണം ദ ഫസ്റ്റ് വാസ് ദ എഫക്റ്റ് ഓഫ് വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ. ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം വേൾഡിൽ ഒന്നാകെ ഫേസ് ചെയ്ത എക്കണോമിക് ഡിപ്രഷനാണ്. അതായത് ആർക്കും ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു ലോകമെമ്പാടും പല കാരണങ്ങളാൽ. അത് കാരണം ഇന്ത്യയിലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ക്രിയേറ്റഡ് ആയി. എങ്ങനെ? അഗ്രികൾച്ചർ പ്രൈസസ് ബിഗാൻ ടു ഫോളോ ഫ്രം 1926 ആൻഡ് കൊളാപ്സ്ഡ് ആഫ്റ്റർ 1930. അഗ്രികൾച്ചറൽ പ്രൈസസ്, അതായത് അഗ്രികൾച്ചറൽ ഐറ്റംസിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് പറ്റി കുറഞ്ഞു. 1930 ആയപ്പോൾ കൊളാപ്സ്ഡായി എന്ന് പറഞ്ഞാൽ ആരും വാങ്ങാനില്ലാതായി. ആസ് ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ ഗുഡ്സ് ഫെൽ, അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ്സ് ഫെല്ലായി ആൻഡ് എക്സ്പോർട്ട് ഡിക്ലൈൻഡ്. Peasants found it difficult to sell their harvest and pay their revenue. Peasants found it's difficult to sell their harvest. അവരുടെ വിളവ് വിൽക്കാൻ കഴിയാതെ വന്നു. ആൻഡ് പേ ദെയർ റവന്യൂ, അല്ലേ? അവർ റവന്യൂ കൊടുക്കണം, ടാക്സ് കൊടുക്കണം, അത് പേ ചെയ്യാൻ പറ്റാതെ വന്നു. By 1930, the countryside was in turmoil. Turmoil means a very bad situation by countryside. Okay. Against this background, the new Tory government in Britain constituted a statutory commission under Sir John Simon. ന്യൂ ടോറി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ടോറി എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ, അതായത് ബ്രിട്ടനിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. ആ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മെമ്പറാണ് ടോറി. അപ്പോൾ പുതിയ ടോറി ഗവൺമെൻറ് ഇൻ ബ്രിട്ടനിൽ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഈ സിറ്റുവേഷനെ കുറിച്ച് അന്വേഷിക്കാനും എന്ത് ചെയ്തു? ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. അണ്ടർ സർ ജോൺ സൈമൺ ഈസ് എ ലീഡർ ഓഫ് ദാറ്റ് കമ്മീഷൻ. ഓക്കെ. സെറ്റപ്പ് ഇൻ എന്തിനാണ് സാർ ഇത് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്? സെറ്റപ്പ് ഇൻ റെസ്പോൺസ് ടു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. അതായത് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മൂവ്മെൻറ്റ്സ് നടത്തുന്ന നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സിന് നോട് റിയാക്ട് ചെയ്യുക, അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ ലക്ഷ്യം. The commission was to look into the functioning of the constitutional system in India. ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാനും അതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചെല്ലാം അന്വേഷിക്കാനും ആൻഡ് സജസ്റ്റ് ചേഞ്ചസ്, ഇന്ത്യയിൽ ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ ഉള്ളതായിട്ടാണ് ഈ കമ്മീഷന് വന്നിരിക്കുന്നത്. ബട്ട് the problem was that the commission did not have a single Indian member. They were all British. The problem was that ഇന്ത്യയിൽ എന്തില്ല, ഇതിലൊരു സിംഗിൾ ഇന്ത്യൻ മെമ്പർ കൂടി ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. സോ when the Simon Commission arrived in India in 1928, it was greeted with the slogan "Go Back Simon." അങ്ങനെ 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒരു സ്ലോഗൻ കൊണ്ടാണ് അവർ ഗ്രീറ്റ് ചെയ്തത്, വിച്ച് ഇസ് ദാറ്റ് സ്ലോഗൻ "Go Back Simon" എന്നുള്ളത്. All parties including the Congress and the Muslim League participated in the demonstrations. പ്രകടനങ്ങളിൽ they participated in an effort to win them over. എല്ലാവരും ഇതിനെതിരെ നിന്നപ്പോൾ അവരുടെ മുകളിൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ അനൗൺസ്ഡ് October 1929 a vague offer of dominion status for India and an unspecified future. അൺസ്പെസിഫൈഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് യാതൊരുവിധ തീർച്ചയുമില്ലാത്ത ഭാവിയിലേക്ക് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊടുക്കാമെന്നൊരു വേഗ ഓഫർ കൊടുത്തു. വേഗ ഓഫർ എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലാത്തൊരു ഓഫർ കൊടുത്തു ഇന്ത്യൻസിന്. ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡൊമീൻസിൽ ഓരോ ഏരിയാസിൽ അവർക്ക് അവരുടെ അധികാരം കൊടുക്കാമെന്നുള്ളൊരു വേഗ ഓഫർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ സൈമൺ കമ്മീഷനെ എതിരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻസിന് മുകളിലൊരു വിജയം കാണാൻ വേണ്ടിയിട്ട് Lord Irwin gave a vague offer. October 1929, he gave a vague offer, dominion status, and also a roundtable conference. ഒരു റൗണ്ട് കോൺഫറൻസിൽ വിളിച്ചു പങ്കെടുക്കാൻ എന്തിനു വേണ്ടി? ടു ഡിസ്കസ് എ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. This did not satisfy Congress leaders. The radicals within the Congress, led by Jawaharlal Nehru and Subhash Chandra Bose, became more assertive. നേരത്തെ നമ്മൾ കണ്ടു കൗൺസിൽ ഇലക്ഷനിൽ എൻട്രാവണമെന്ന് പറഞ്ഞ ലീഡേഴ്സാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. അവരെല്ലാം ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ പാകത്തിന് മാത്രം ചേഞ്ചസ് ആവശ്യപ്പെടുന്നത്. റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ചേഞ്ചസ് ആണ് ആവശ്യപ്പെടുന്നത്. റാഡിക്കൽ ലീഡേഴ്സാണ് നമ്മുടെ ഫുൾ ഇൻഡിപെൻഡൻസ് വേണമെന്ന് പറയുന്ന
സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ദേ ബിക്കേം മോർ അസർട്ടീവ്. അവരാണ് യാതൊരുവിധ ചേഞ്ചസും ഇല്ലാതിരുന്നത്. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം, യാതൊരുവിധ ഡൊമീനിയൻ സ്റ്റാറ്റസും കോൺസ്റ്റിറ്റ്യൂഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. ദ ലിബറൽസ് ആൻഡ് മോഡറേറ്റ്സ്. ലിബറൽസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രവാദികൾ, മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു ഉണ്ട്. who were proposing a constitutional system within the framework of British Dominion. ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഉള്ള ഒരു ഫ്രെയിംവർക്കാണ് ദേ നീഡഡ്. ആര്? ലിബറൽസും മോഡറേറ്റ്സും. എന്നാൽ ഗ്രാജുവലി ലോസ്റ്റ് ദർ ഇൻഫ്ലുവൻസ്. ഈ ലിബറൽസിൻ്റെയും മോഡറേറ്റ്സിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. റാഡിക്കൽസ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. ഇൻ ഡിസംബർ 1929, under the presidency of Jawaharlal Nehru, the Lahore Congress formalized the demand of Purna Swaraj or full independence for India. In December 1928, under the presidency of Jawaharlal Nehru, the Lahore Congress session formalized. Lahore Congress session ലാഹോർ ഇന്നത്തെ പാകിസ്ഥാനിലാണ് കേട്ടോ. ലാഹോറിലെ ഒരു കോൺഗ്രസ് സെഷൻ നടത്തി, കോൺഗ്രസ് മീറ്റിംഗ് നടത്തി. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുൾ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഇറ്റ് വാസ് ഡിക്ലെയർഡ് ദാറ്റ് 26 January 1930 would be celebrated as an Independence Day when people were taken pledge to struggle for complete independence. ഡിസംബർ 26 January 1930 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കണക്കാക്കുക. അന്ന് എല്ലാ പീപ്പിളും പ്ലെഡ്ജ് എടുക്കുക, വി വിൽ സ്ട്രഗിൾ ഫോർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. ബട്ട് ദ സെലിബ്രേഷൻ അട്രാക്റ്റഡ് വെരി ലിറ്റിൽ അറ്റൻഷൻ. കുറച്ച് ആളുകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റഡ്. സോ മഹാത്മാഗാന്ധി ഹാഡ് ടു ഫൈൻഡ് എ വേ ടു റിലേറ്റ് ദിസ് അബ്സ്ട്രാക്ട് ഐഡിയ ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിൻ്റെ ഈ ഒരു ഐഡിയ ഒരു വിച്ച് മോർ കോൺട്രഡിക്റ്റീവ് ഓഫ് എവറിഡേ ലൈഫിലുള്ള മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യിച്ചു. അങ്ങനെ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആൾ ശ്രമിച്ചു. That issue was that solved, that we can study in the next class. What we studied today, again listen to in February 1922, Mahatma Gandhi decided to withdraw the non-cooperation movement. He felt the movement was turning violent in many places and Satyagrahis needed to be properly trained before they would be ready for mass struggle. Within the Congress, some leaders were by now tired of mass struggle and wanted to participate in election to Provincial Council that had been set up by Government of India Act of 1919. They felt that it was important to oppose British policies within the Council, argue for reform, and also demonstrate that these councils were not truly democratic. C.R. Das and Motilal Nehru formed the Swaraj Party within the Congress to argue for a return to council politics. But younger leaders like Jawaharlal Nehru and Subhash Chandra Bose pressed for more radical mass agitation for full independence. In such a situation of internal debate and discussion, two factors again shaped Indian politics towards the late 1920s. The first was the effect of worldwide economic depression. Agricultural prices began to fall from 1926 and collapsed after 1930. As the demand for agricultural goods fell and export declined, peasants found it difficult to sell their harvest and pay their revenue. By 1930, the countryside was in turmoil. Against this background, the new Tory government in Britain constituted a statutory commission under Sir John Simon, set up its response to national movement. The commission was to look into functioning of the constitutional system in India and suggest changes. The problem was that the commission did not have a single Indian member. They were all British. When the Simon Commission arrived in India in 1928, it was greeted with the slogan, "Go back Simon." All parties, including the Congress and the Muslim League, participated in the demonstrations. In an effort to win them over, the Viceroy Lord Irwin announced in October 1929 a vague offer of dominion status for India in an unspecified future
and a roundtable conference to discuss a future constitution. This did not satisfy the Congress leaders. The radicals within the Congress, led by Jawaharlal Nehru and Subhash Chandra Bose, became more assertive. The liberals and moderates, who were proposing a constitutional system within the framework of British dominion, gradually lost their influence. In December 1929, under the presidency of Jawaharlal Nehru, the Lahore Congress formalized the demand of Purna Swaraj or full independence for India. It was declared that 26 January 1930 would be declared, so celebrated as the Independence Day, when people were to take a pledge to struggle for complete independence. But the celebration attracted very little attention. So Mahatma Gandhi had to find a way to relate this abstract idea of freedom to more concrete issues of everyday life. I think you understood. Read minimum 5 times. If you have any doubt, you can ask me. We can see the everyday life issue of Gandhiji connected to abstract idea of freedom. What about that we can see in the next class. Okay, thank you.